2 വർഷത്തെ ചെന്നൈ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ചെന്നൈ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ നെഞ്ചിനകത്ത് ആരും ഇങ്ങനെ കൊളുത്തി പിടിച്ച് വലിക്കുന്നുള്ളൂ തോന്നുന്നു. അന്ന് മനസ്സിലാവും ചെന്നൈ അടിപൊളിയായിരുന്നു. എഞ്ചിനീയറിംഗ് അറ്റ് സ്പീക്ക് എന്ന് പറയുന്ന ഒരു സമയത്താണ് ബ്രോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നല്ലേ? എല്ലാവരും എഞ്ചിനീയറിംഗ്, വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എമർജൻസി, തേജസ്, അക്ക ഈസ് ഗോണ കം സൂൺ. ഇത്രയും ഒരു വിസിബിലിറ്റി കിട്ടാനുള്ളൊരു സീക്രട്ട് എന്താണ്? സമയം, വേറൊന്നുമില്ല. വിമ്മിന്റെ പരസ്യത്തിലുണ്ട് ഞാൻ ജീവിച്ചുകൊണ്ട് കളിയാ. എമർജൻസി ഇറങ്ങിയ സമയത്തുണ്ടായ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസും ഉണ്ട്. ഫാമിലിക്ക് എന്തെങ്കിലും ത്രെറ്റ്സ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡെത്ത് ത്രെറ്റ്സ് വന്നായിരുന്നു. ഫാമിലിനെയും കുറച്ച് അവർ ടാർഗറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിലായിരുന്നു. 90 രൂപ ഈ ടെട്രാ പാക്കറ്റിന്റെ ഓൾഡ് ബങ്ക്, 5 രൂപയുടെ തണ്ണി പാക്കറ്റ്, ഒരു 5 രൂപയുടെ പിക്കിളും. 5 രൂപ കപ്പലണ്ടി അതായിരുന്നു 100 രൂപയ്ക്ക് നിൽക്കും. 100 രൂപയ്ക്ക് സെറ്റ്. നല്ല വെള്ളം അടിക്കാൻ പറ്റിയ കാലാവസ്ഥയല്ലേ? ഏത് ഇന്റർവ്യൂവിൽ പോയാലും മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. ഡു യു എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഫ്രം മീ? എന്താണത്? ടോക്ക് അബൌട്ട് കുപ്പി. ഇത് കുപ്പി കൂട്ടത്തിൽ ആവേശക്കാരൻ ഇവനാണ്. We've said everything that has to be said. I mean, it was the right thing at the right time. ടോക്ക് അബൌട്ട് അക്ക. Akka is a very, very, very exciting project. It's interesting because it's a North Indian Hindi-speaking show, but based in South India. മറ്റേ ഈ കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിലേക്ക് അവർ പോയിട്ടില്ല. മറ്റേ തേക്കപ്പെട്ട സുന്ദരിയല്ല. തേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ളൈ, കേരള സെ. വിശാഖ് ബ്രോയുടെ സിനിമ എന്നൊരു ജേണിയിലെ ഗ്രാഫ് എവിടെ ആയിരിക്കും? I think stage 1 കഴിഞ്ഞു. ആ ഒരു ഏജിൽ യു റിയലി ഏബിൾ ടു ഹാൻഡിൽ ദ ലോസ് ഓഫ് യുവർ ബ്രദർ അപ്പു? Yes and no. കാരണം നമുക്ക് ഇപ്പം ഞാൻ മൂത്ത മകനായതുകൊണ്ട് ഐ തിങ്ക് ലോട്ട് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബീയിങ് സ്ട്രോങ് ആൻഡ് ബീയിങ് ദെയർ ഫോർ യുവർ പേരൻസ് എന്നുള്ള ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ആ പ്രായത്തിൽ ചിലപ്പോൾ അത് നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഓവർ ദി ഇയേഴ്സ് ആണ് അത് മനസ്സിലാക്കിയത് ദാറ്റ് അത് കംപ്ലീറ്റ്ലി അന്ന് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു സാധനം. പിന്നെ ഇറ്റ് ടുക്ക് സം ടൈം അതിൽ നിന്ന് ഒരു പ്രോപ്പർലി അതിനെ പ്രോസസ്സ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ ഇറ്റ് വാസൻറ്റ് ഈസി. പക്ഷേ അന്നത് അത് അങ്ങനെ ഒരു എന്താ പറയുക, അന്ന് നമ്മുടെ പ്രയോറിറ്റീസ് വേറെയാണ്. അച്ഛനമ്മയ്ക്ക് വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു പ്രയോറിറ്റി മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നതാണ്. ഒരു 15 വയസ്സുള്ളൊരു കുട്ടിയുടെ അടുത്ത് അങ്ങനെ ആവശ്യപ്പെട്ട ആ കുട്ടി അങ്ങനത്തല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ മൈ ഫീലിങ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമോഷൻസിനെ അത് കുറച്ച് നമ്മൾ സബ്ഡ്യൂ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ഓക്കെ ആക്കുക എന്നുള്ളൊരു ഫോക്കസിലോട്ടായിരുന്നു അന്ന്. ബട്ട് താങ്ക്ഫുള്ളി സം ബ്രില്യൻറ്റ് ഫ്രണ്ട്സ്, അവരൊക്കെ കൂടെയാണ് നമ്മളെ, കാരണം അവർക്കറിയായിരുന്നു ഇവൻ ഓക്കെ അല്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ അവരൊക്കെ കൂടെയാണ് നമ്മളെ ഒന്ന് മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബെറ്റർ ആക്കി എടുത്തത്. ആ ഒരു ഹാൾട്ടിന് ശേഷമുള്ള റീസ്റ്റാർട്ടിന്റെ റീസൺ അതാണ്. അതെ, ഡെഫിനറ്റ്ലി. 2 വർഷത്തെ ചെന്നൈ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ചെന്നൈ അടിപൊളിയായിരുന്നു. യു സ്റ്റിൽ മിസ് ദാറ്റ്? ആബ്സല്യൂട്ട്ലി. അത് മറ്റേ ബാച്ചുലർ ലൈഫിൻ്റെ പീക്കായിരുന്നു ആ സമയത്ത്. അറ്റ് ദ പീക്ക് ഞങ്ങളൊരു 3 പേര് ഒരു ചെറിയൊരു ഫ്ലാറ്റിൽ AC ഉള്ള ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ 3 പേരും കൂടെ ഒരു ബെഡ്റൂമിൽ കിടക്കും. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നു. ചെന്നൈ അറിയാലോ, ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് ടൈം. കാരണം എനിക്ക് ജോലിയും ആക്ച്വലി ഇഷ്ടമായിരുന്നു. ഞാനൊരു പെട്രോൾ ഹെഡ് ആയതുകൊണ്ട് എനിക്ക് ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെക്കാനിക്കലൊക്കെ ചെയ്തത്. അപ്പോൾ ആ ജോലിയും ഐ വാസ് ആക്ച്വലി എൻജോയിങ് ഇറ്റ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ നാടകങ്ങൾ കുറേ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊരു വേറൊരു കിക്ക് തന്നെ, വേറൊരു ഹൈ തന്നെയാണ്. ആൻഡ് ഇന്നും ആ ഒരു ഗ്യാങ് ആ ഒരു ഡ്രാമ കമ്പനി എന്നുള്ള ഗ്യാങ് ദേ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. കണക്റ്റഡ് ടു യു? ഭയങ്കര കണക്റ്റഡ് ആണ് ഇപ്പോഴും. സ്പെഷ്യലി അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ KK, പുള്ളിക്കാരൻ്റെ വൈഫ് റോഹിണി, ഒരു ഹോൾ ബഞ്ച് ഓഫ് പീപ്പിൾ അവിടെ നിന്നുള്ള ഒരു ഹോൾ ടീം. സോ ഇറ്റ് വാസ് എ വെരി ഫോർമറ്റീവ് ഇയേഴ്സ്. ആദ്യമായിട്ട് നമ്മളൊരു അഡൾട്ടായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി തുടങ്ങി ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലമായിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി ഫോർമറ്റീവ് ടൈം. ആ സമയത്ത് കുറേ ട്രാവലും ചെയ്യാൻ പറ്റി. ഒരു ചുവന്ന I-20 ഉണ്ടായിരുന്നു, അതായിരുന്നു ഞങ്ങളുടെ വാഹനം. അതിലായിരുന്നു ചെത്തൊക്കെ ക്യാമോൺ. അപ്പോൾ ഇടയ്ക്ക് പോണ്ടിച്ചേരി, മഹാബലിപുരം, കൊടൈക്കനാൽ, ഊട്ടി
ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. But it was fun. It was a good 2 years. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇടയ്ക്ക് ചെന്നൈയിൽ, സോ ബാംഗ്ലൂർ നമ്മൾ ട്രാവൽ ചെന്നൈയിൽ വരും, സേലത്ത് വരും. സോ അവിടെയൊക്കെയുള്ള ഏറ്റവും അടിപൊളി സ്ഥലം തണ്ണി പാക്കറ്റ് ചെന്നൈയിൽ മാത്രമേ കിട്ടൂ. അതെ തണ്ണി പാക്കറ്റ് ചെന്നൈയിലാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി. ചെന്നൈയിലും ഈ തമിഴ്നാട് സൈഡിലേക്കുള്ള തണ്ണി പാക്കറ്റ്സ്. അല്ല, അത് ഈ നമുക്ക് ഓൾഡ് ബങ്ക് ടെട്രാ പാക്കിൽ കിട്ടും. ഈ തണ്ണി പാക്കറ്റ് മറ്റേ ഈ മിൽമയുടെ പാക്കറ്റ് ഇല്ലേ, അതുപോലത്തെ പാക്കറ്റിലാണ് വെള്ളം വെക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ടാസ്മെങ്കിലൊക്കെ അടിക്കുന്നുണ്ട്. മേരി ഇത് പൊട്ടിച്ചിട്ട് ഒരു ഗൾപ്പ് എടുക്കും, ഇത് പൊട്ടിച്ചിട്ട് വായിലെടുക്കും, ഷേക്ക് ഇറക്കും. ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ ഓൾഡ് ബങ്ക് ടെട്രാ പാക്കറ്റ് ഫുൾ ഒഴിച്ചിട്ട് തണ്ണി പാക്കറ്റ് ഇങ്ങനെ പതപ്പിച്ചൊഴിക്കും. അതെ 90 രൂപ ഈ ടെട്രാ പാക്കറ്റിന്റെ ഓൾഡ് ബങ്ക്, 5 രൂപയുടെ തണ്ണി പാക്കറ്റ്, ഒരു 5 രൂപയുടെ പിക്കിളും. 5 രൂപ കപ്പലണ്ടി പിക്കിളും 100 രൂപയ്ക്ക് സെറ്റ്. എനിക്കത് ബ്രോയൊക്കെ എഞ്ചിനീയറിംഗ് ആയിട്ട് സ്പീക്ക് എന്ന് പറയുന്ന ഒരു സമയത്താണ് ബ്രോ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നല്ലേ? അതെ എല്ലാവരും എഞ്ചിനീയറിംഗ്, വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ ഇത് വേറെ ഒന്നുമില്ല. ദെർ ഇസ് നോ അതർ ഓപ്ഷൻ. ഡോക്ടർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഡോക്ടർ ആവേണ്ടതെന്ന് എനിക്ക് പണ്ടേ ക്ലിയർ ആയിരുന്നു. അത് കാര്യം നമ്മൾ 10-15 വർഷമൊക്കെ പഠിക്കണം. അത് ഭയങ്കര ഒരു കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് തന്നെയായിരുന്നു താല്പര്യം. ഈ പറഞ്ഞ സിനിമയും അഭിനയവും ഡയറക്ഷനും ഇതൊക്കെ തന്നെയായിരുന്നു താല്പര്യം. അപ്പം എത്രയും പെട്ടെന്നൊരു ഡിഗ്രി കയ്യിലെടുക്കുക, ഡിഗ്രി കിട്ടിയ ഉടനെ തന്നെ വേറെ പരിപാടി നോക്കുക എന്നുള്ളതൊരു പ്ലാനായിരുന്നു അന്ന് തൊട്ടേ. അപ്പോൾ എഞ്ചിനീയറിംഗ് സീംഡ് ഓക്കെ. അന്നും ഈ ഇതൊട്ടും ലോജിക്കലല്ലാത്തൊരു ചോയ്സ് ആയിരുന്നു സത്യം പറഞ്ഞത്. കാരണം പൈസ ഉണ്ടാക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ IT-യോ EC-യോ എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു. അവിടെയും നമ്മൾ ഈ വണ്ടി അല്ലെങ്കിൽ വണ്ടിപ്രാന്ത് അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ്സ് യൂസ് ചെയ്ത് ചെയ്യണം, ദാറ്റ് ഇസ് റിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ള എന്തോ ഒരു മണ്ടത്തരം തന്ന് തോന്നി. അതുകൊണ്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത്. ബട്ട് യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ മെഴ്സറീസ്. മെഴ്സറീസിലായിരുന്നു. അതാണ് ഒരു വണ്ടിപ്രാന്തൻ എത്തേണ്ട കറക്റ്റ് സ്ഥലത്ത് എത്തി. വാസ് നൈസ് ദോ, വാസ് നൈസ്. ഇവിടെ കുറച്ച് സമയം പുറത്തൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, ജർമ്മനിയിലും ജപ്പാനിലൊക്കെ. അപ്പം അത് നൈസായിരുന്നു. 2 വർഷം മുന്നുള്ള ചെന്നൈ ജീവിതത്തിൽ ആ ഒരു സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റി ടോക്കിൽ പറയുന്നുണ്ടായിരുന്നു. അതെ അതൊക്കെ പക്ഷെ ആ ഒരു കോലത്തിൽ ആര് കണ്ടാലും അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവർക്ക് അറിയില്ലല്ലോ. ആൻഡ് അങ്ങനത്തെ ഒരു ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ് ആസ് എ ജോക്ക്. ആ പോയിന്റിൽ നമ്മളത് സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മൾ ബേസിക്കലി പാൻറ്റമൈം തിയേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതിൽ നമ്മൾ ഈ സ്ത്രീവേഷം കെട്ടും, പെണ്ണുവേഷം കെട്ടുമ്പോൾ നമ്മൾ അതും ഒരു ബെൻലി ഡാൻസറിൻ്റെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ നല്ല ക്ലീവേജും വയറൊക്കെ കാണിച്ച് പുറത്ത് നിന്ന് ബ്ലോണ്ട് ഹെയർ ഒക്കെ ആയിട്ട് സെറ്റ് വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കി 2 കമൻറ്റൊക്കെ അടിച്ചത്. അപ്പോൾ ദാറ്റ് ഐ തിങ്ക് വാസ് ദാറ്റ് മേഡ് മീ ഓൾസോ റിയലൈസ് ദാറ്റ് പുരുഷന്മാർ ഇങ്ങനത്തെ ചെക്കന്മാരും ഉണ്ട്, പെൺപിള്ളേരെ നോക്കി ഇങ്ങനെ കമൻ്റ് അടിക്കുന്നവന്മാരും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പോഴാണ്. റിയലി മേഡ് യു അൺകംഫർട്ടബിൾ, റൈറ്റ്? ഇറ്റ് മേഡ് മീ അൺകംഫർട്ടബിൾ. അത് നമുക്ക് ഇൻ തിയറി നമുക്കറിയാം ഇങ്ങനത്തെ ചെക്കന്മാരുണ്ടെന്ന്, പക്ഷെ നമ്മുടെ അടുത്ത് ആരും അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ലല്ലോ. വിഫ് നെവർ ബെൻ ഇൻ എ വുമൻ ഷൂസ് നോ. അപ്പോൾ അത് അന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മെയ്ഡ് മീ ഫീൽ എ ലിറ്റിൽ വിയർഡ്. അത് കുറച്ച് ഓക്കെ ആയിരുന്നില്ല. അത് ഒട്ടും. ഏത് ഇന്റർവ്യൂവിൽ പോയാലും മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. ഡു യു എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഫ്രം മീ? എന്താണത്? ടോക്ക് അബൌട്ട് കുപ്പി. What's there to talk about Kupi? I mean, Kupine kuറിച്ച് we've said everything that has to be said. I mean, it was the right thing at the right time. പക്ഷേ I'm glad that ഇപ്പോൾ ആ ഒരു മോൾഡിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു ചേഞ്ചാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഹൈലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുപ്പി വാസ് എ വെരി നൈസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി നൈസ് തിങ്. ആദ്യത്തെ പടത്തിൽ അങ്ങനെ ഒരു സക്സസ് കിട്ടുക, അല്ലെങ്കിൽ ഒരു വൈഡ് സ്പ്രെഡ് റെക്കഗ്നിഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോഴും പലരും നമ്മളെ വിളിക്കുന്നതൊക്കെ കുപ്പി എന്നൊക്കെ തന്നെയാണ്. പക്ഷേ അതൊരു ഒരു തരത്തിൽ നമ്മളെ ലിമിറ്റ് ചെയ്യേ അല്ലെങ്കിൽ നമ്മളെ സ്റ്റീരിയോടൈപ്പ് ചെയ്യേ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആൻഡ് ദാറ്റ്സ് നോബഡീസ് ഫോൾട്ട്. അതിപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനത്തിൽ യു ഓൾവേസ് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ടാഗ് വീണ അതിൽ നിന്ന് നമ്മളത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അത് നമ്മളതിൽ സ്റ്റക്കായി പോകും. അത്രത്തോളം സ്ട്രൈക്ക് ആയിപ്പോയി കാണുന്നവർക്കും. which is a great thing. അപ്പോൾ ഐ ഹോപ്പ് ഇനിയിപ്പോൾ മുന്നോട്ട് ഇപ്പോൾ ചെറിയാനാണെങ്കിലും ഇപ്പോൾ ചെയ്ത ഏത് ക്യാരക്ടർ ആണെങ്കിലും ഇപ്പോൾ വരാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഐ ഹോപ്പ് ആ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഓഡിയൻസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ maybe that will be nice. എല്ലാ പടത്തിലും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. Are you sure that you are going to overtake അല്ലെങ്കിൽ or beat the character of Kuppy by any other characters? I think that's already happened. I think ആ ഒരു മോൾഡ്
കുറേ ഇപ്പോൾ ക്രിസ്റ്റി ഓഫീസർ ഇറങ്ങിയപ്പോൾ തന്നെ ക്രിസ്റ്റി വന്നപ്പോൾ തന്നെ അത് കുറേ മാറിയിരുന്നു, ബ്രേക്കായി. ബ്രേക്കായിരുന്നു. പിന്നെ ചെറിയാൻ കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ആൾക്കാർക്ക് കുറച്ചും കൂടെ അത് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവനെ കൊണ്ട് വേറെ പരിപാടികളും പറ്റും ആൻഡ് ഹീ ഈസ് ഡൂയിങ് ഇറ്റ് വെൽ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ ഓഡിയൻസിന് കിട്ടിത്തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ സെലക്ഷനും നമ്മുടെ ടൈപ്പ് ക്യാരക്ടേഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഹോപ്പിംഗ് ദാറ്റ് വിൽ ഓൾസോ റിഫ്ലക്ട് ദ സെയിം തിങ്. സോ എനിക്കൊന്ന് കുപ്പിയുടെ ക്യാരക്ടർ കിട്ടിയപ്പോൾ തന്നെ വീട്ടിൽ വളരെ എതിർപ്പാന്ന് പറഞ്ഞായിരുന്നല്ലോ. സോ അന്ന് അച്ഛനും അമ്മയും നോ പറഞ്ഞിരുന്നെങ്കിൽ MBAക്ക് പോകുന്നൊക്കെ പറഞ്ഞിരുന്നു. MBAക്ക് പോയിരുന്നെങ്കിൽ വിൽ യു കം ബാക്ക് ടു ഫിലിം ഇൻഡസ്ട്രി? ആബ്സല്യൂട്ട്ലി. MBA ഞാൻ വെറും MBA ആയിരുന്നില്ല, MBA ഇൻ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ MBA ആണല്ലോ, അപ്പോൾ പിന്നെ ഇതിൽ MBA പഠിക്കാം എന്നുള്ളൊരു ഐഡിയയിലൂടെ ആ ഒരു കോഴ്സായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് അത് ഭയങ്കര ഒരു കൺട്രൈവ്ഡ് ആയിട്ടുള്ള റൂട്ടായി പോയനെ. സമയം കുറേ വേസ്റ്റ് ആയനെ. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഓൺ ഗ്രൗണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. When you're a young actor, the more time in front of camera, the better. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം വെറുതെ വേസ്റ്റായി പോയേനെ. പക്ഷേ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയേനെ. അത് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു മൂമെന്റ് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതായത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, അമ്മ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ? പേരൻസിന് ഭയങ്കര റിലീഫായിരുന്നു. ഐ തിങ്ക് പ്രൈമറിലി ദാറ്റ് ഈ ഒരു ബെറ്റ് പേ ഓഫ് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായിരുന്നു ഐ തിങ്ക് പ്രൈമറിലി അവരുടെ ഒരു ഫീലിംഗ്. പിന്നെ അന്ന് നമ്മുടെ വളരെ അടുത്ത കുറച്ച് ഫ്രണ്ട്സ്, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ഷെറിൽ, രേണു, എൻ്റെ 2 ഫ്രണ്ട്സ്, പിന്നെ ഇവിടുത്തെ അഞ്ജലി, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു നമ്മുടെ ഒരു ടൈറ്റ് സർക്കിളിലുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ അറിയാം നമ്മളിത് ഇത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളതും നമ്മളിതിനു വേണ്ടി എത്ര പണിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മോർ ദൻ എനിബഡി എൽസ്, മോർ ദൻ മൈ പേരൻസ് ഓൾസോ അറിയുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ നമ്മുടെ തിയേറ്റർ കമ്പനി എന്നുള്ള ആൾക്കാർ. അപ്പോൾ ഐ തിങ്ക് ദേ വർ ദ ഹാപ്പിയസ്റ്റ് ഫോർ മീ, more than anybody else, ഈ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സുമായി. അതിനുശേഷം യു ഗോട്ട് എ ലോഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എന്താ പറയുക, എമർജൻസി, തേജസ്, അക്ക ഈസ് ഗോണ കം സൂൺ. ഇത്രയും ഒരു വിസിബിലിറ്റി കിട്ടാനുള്ളൊരു എന്താ പറയുക, ഒരു സീക്രട്ട് എന്താണ്? സമയം, വേറൊന്നുമില്ല. അത് 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 ഐ ഡോണ്ട് നോ. എനിക്ക് അതിന് വേറെ ഒരു റീസണോ ഒരു കാരണമോ ഒരു ലോജിക്കോ ദിസ് ഇസ് ദ റീസൺ എന്ന് പറയാൻ അറിയില്ല. കാരണം നമ്മൾ അന്നും എന്നും പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇടുന്ന എഫേർട്ടിന് റിസൾട്ട് 50% ആണോ 60% ആണോ 100% ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. അതിന് വേറെ കുറേ ഫാക്ടേഴ്സ് അലൈൻ ചെയ്താലേ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ സക്സസ് കിട്ടുള്ളൂ. സോ മേ ബി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ ഫിലോസോഫിക്കലി പറയുവാണെങ്കിൽ മേ ബി ഇറ്റ് വാസ് ദി യൂണിവേഴ്സ് ആസ്കിങ് മീ ടു വെയിറ്റ്. നീ ഇനിയും കുറേ പഠിക്കാനുണ്ട്, നീ ആയിട്ടില്ല, ഇപ്പോഴേ നീ ഒരു സ്റ്റാർ ആയാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവും ചിലപ്പോൾ. ആയിരുന്നോ അതെ നിൽ അതായിരിക്കും ചിലപ്പോൾ ദൈവം ഉദ്ദേശിച്ചത്. പക്ഷേ ഐ മീൻ നോ കംപ്ലയിൻസ്. ഇപ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദർ ഇസ് നോ റിഗ്രറ്റ്സ്, നോ കംപ്ലയിൻസ്. ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് അത്രയും സമയം എടുത്തതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. എന്നിൽ പേഴ്സണലി ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആസ് എൻ ആക്ടർ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് ഐ എം ഏബിൾ ടു ബ്രിങ് ഇൻ മോർ ഡെപ്ത്, മോർ മെച്യോറിറ്റി. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫെയിലിയറിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ഫീലിംഗ് നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എക്സാക്ട്ലി അതേ സിറ്റുവേഷൻ ആയിക്കോളണമെന്നില്ല, പക്ഷേ ആ ഒരു ഫീലിംഗ് നമ്മൾ അറിയണമല്ലോ. ലൈക്ക് ഇപ്പോൾ മാസം പകുതിയാകുമ്പോഴത്തേക്കും പോക്കറ്റിലെ ഐ മീൻ ബാങ്കിലെ അക്കൗണ്ടിലെ കാശെല്ലാം തീർന്ന് വെറുതെ ഇനിയിപ്പോൾ അടുത്ത മീൽ എവിടെ നിന്ന് കഴിക്കും എന്നറിയാത്തൊരു സിറ്റുവേഷൻ. ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ ബോറോ ചെയ്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്റർ പ്ലേ ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്ന സിറ്റുവേഷൻ. അപ്പോൾ ആ ഡെസ്പറേഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞതിൻ്റെ ഒരു ഗുണം ഉറപ്പായിട്ടും ഒരു ആക്ടറിന് ഉണ്ടാവും അങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോൾ. പിന്നെ നമ്മൾ കുറേ കൂടെ ഗ്രൗണ്ടഡ് ആവുകയുള്ളൂ. ഐ തിങ്ക് സക്സസ് ഇസ് എ വെരി ഡെഡ്ലി പോയിസൺ. നമ്മളത് ഇറ്റ് കെൻ റിയലി മെസ് വിത്ത് യു. പക്ഷെ ഇങ്ങനെ once you taste it it's very addictive. It's very very addictive. It's the most addictive drug. കാരണം അത്രയും വലിയൊരു ഡോപ്പമീൻ ഹിറ്റാണല്ലോ നമുക്ക് കിട്ടുന്നത് ഈ സക്സസ് അനുഭവിക്കുമ്പോൾ. അപ്പോൾ അത് ഇല്ലാണ്ടായി പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ പറഞ്ഞ വിഡ്രോവൽ സിംറ്റംസൊക്കെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ എന്തുകൊണ്ട് വന്നു,
എന്ത് നേടാൻ വന്നു, എന്താണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ വാട്ട് ഈസ് അറ്റ് ദ കോർ ഓഫ് ഇറ്റ് എന്ന് നമ്മൾ ഒന്നുകൂടെ നമ്മളെ തന്നെ Rethink ചെയ്യാനും നമ്മളെ റിമൈൻഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നൗ ഐ എം ക്ലിയർ, നമ്മളിപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ബിക്കോസ് ഐ ലവ് ടു ഡു ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ദർ ഈസ് നോ ടു വേസ് അബൌട്ട് ഇറ്റ്. ഗ്ലിറ്റ്സ് ക്ലാം, വലിയ വണ്ടി, വലിയ വീട്, കോട്ട് സൂട്ട്, അതൊന്നും അല്ല. ഇറ്റ് ഈസ് ഓൾ അതിൻ്റെ ഒരു എക്സ്റ്റേണൽസ്, പെരിഫറലായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈമിങ്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് യു റിയലി യൂട്ടിലൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഐ കുഡ്. ആ എമർജൻസി ഒക്കെ കണ്ടപ്പോൾ യു ആർ ആക്ടിങ് അറ്റ് ഇറ്റ്സ് പീക്ക്. താങ്ക് യു ബ്രോ. ഈ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന, ഒബ്വിയസ്ലി ബ്രോയെ നമ്മൾ പല മലയാള മൂവീസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് ആ ഒരു എമർജൻസി കാണുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമുക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാവാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. സോ അതാണ്. അല്ല, അത് താങ്ക് യു. ഐ മീൻ ദി ഓൺലി റീസൺ ഐ കുഡ് യൂസ് ഇറ്റ്, ഓർ ദി ഓൺലി റീസൺ വൈ ഇറ്റ് ഹാപ്പൻഡ് വാസ് ബിക്കോസ് ആ പോയിന്റ് വരെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ടൈമിലൂടെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക പോകുമ്പോൾ നമ്മളത് ഓക്കെ ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഗിവ് അപ്പ് ചെയ്താൽ പിന്നെ നമ്മുടെ കരിയർ ഗ്രാഫ് ആണെങ്കിലും നമ്മുടെ ഗ്രോത്ത് ആണെങ്കിലൊക്കെ അവിടെ നിൽക്കും. പക്ഷേ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണെങ്കിൽ പോലും സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല, ദ ഹോൾ ഇൻഡസ്ട്രി ഷട്ട് ഡൗൺ. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ ആസ് എൻ ആക്ടർ നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു വേദിയാണ് വേണ്ടത്, നമുക്കൊരു ഓഡിയൻസാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ഓഡിഷൻ കൊടുക്കുമ്പോഴും അതൊരു ഓഡിയൻസാണ് അല്ലേ. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 4-5 ഓഡിഷനെങ്കിലും അയച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 1-2 പരസ്യം കിട്ടി, പിന്നെ ഒരു ചെറിയൊരു റോള് കിട്ടി ശബാഷ് മിട്ടു എന്ന് പറഞ്ഞ പടത്തിൽ. പിന്നെ തേജസ് സംഭവിച്ചു, തേജസ്സിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എമർജൻസിയിലേക്ക് വിളിക്കുന്നു. അങ്ങനെയാണത് പോകുന്നത്. ബട്ട് ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് എന്താ ഇന്നലെ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ വീണ്ടും പൈസ കളിച്ചു വിമ്മിന്റെ പരസ്യത്തിൽ വന്നു. അതെ, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതൊക്കെ ആ സമയത്ത് നമുക്ക് ജീവിച്ചുകൊണ്ടാണ് കളിയാ. കോവിഡിൻ്റെ സമയത്ത് നമുക്ക് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്തും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഐ വാസ് ഫൺ ദോ, നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സാധനമായിരുന്നു. ഇപ്പം വിമ്മിന്റെ പരസ്യം എനിക്കൊന്ന് ഓൾ ഇന്ത്യയിലാണല്ലോ. അതെ. ടോക്ക് അബൌട്ട് അക്ക കമ്മിങ് സൂൺ ആണ് നെറ്റ്ഫ്ലിക്സിൽ. അക്ക ഈസ് എ വെരി 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 എക്സൈറ്റിംഗ് പ്രോജക്റ്റ്. ഞാൻ അഗൈൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആങ്ഷ്യസ്നെസ് ഉണ്ട്. കാരണം ഞാനൊരു റൊമാൻസ് ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് റൊമാൻസ് ചെയ്യുന്നത് യശ്രാജിൻ്റെ ഒരു സീരീസിലായതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം യശ്രാജ് സിനോണിമസ് വിത്ത് റൊമാൻസ്, ഷിഫോൺ സാരീസ് ഇൻ സ്വിറ്റ്സർലൻഡ് ആൻഡ് യശ് ചോപ്രയുടെ പടങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എസ്പെഷ്യലി ഒരു 80s 90s റൊമാൻസിൻ്റെ പീക്ക് അതായിരുന്നല്ലോ. ഇപ്പോഴും അടുത്ത പീക്ക് എന്ന് പറയുന്നത് അതേ പടങ്ങൾ തന്നെയാണ്. എക്സാക്ട്ലി. ആ ഒരു ഇപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, കുച്ച് കുച്ച് ഹോത്താ ഹൈ അല്ലെങ്കിൽ കുച്ച് കുച്ച് ഹോത്താ ഹൈ ഇസ് നോട്ട് യശ്രാജ്, ഇറ്റ്സ് നോട്ട് യശ്രാജ്, ബട്ട് വട്ടെവർ. ഐ മീൻ ഇപ്പോൾ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അങ്ങനത്തെ പടങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഇപ്പോഴും ഓടുന്ന തിയേറ്ററിലുണ്ട്. പിന്നെ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ റൊമാൻറ്റിക് ഫിലിംസ് പറയുന്നതിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണ് പടങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊഡക്ഷൻ ഹൗസാണ് ഇവർ. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്ഷനിലൊരു കോട്ട് ആൻഡ് കോട്ട് റൊമാൻറ്റിക് ലീഡായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് കം ഔട്ട് വെൽ. അടിപൊളി കോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. കീർത്തിയാണ് നമ്മുടെ ഓപ്പോസിറ്റ് പ്ലേ ചെയ്യുന്നത്. പിന്നെ രാധിക ആപ്തെ ഉണ്ട്, ആസ് എൻ ആക്ടർ ഐ റെസ്പെക്ട് എ ലോട്ട്. പിന്നെ നമ്മുടെ ആസ്മി മാം, മലയാളത്തിൽ നിന്നുള്ള കുറേ നടന്മാരുണ്ട്. പൂർണ്ണിമ ചേച്ചി, പൂജ മോഹൻരാജ്, കാർത്തിക, ഉർമി, അങ്ങനെ ഒരു വലിയൊരു കാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ ഹിന്ദി സ്പീക്കിംഗ് ഷോ ബട്ട് ബേസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. എന്നാൽ ഇവിടുത്തെ കൾച്ചറിനെയും ഇവിടുത്തെ ആൾക്കാരെയും ഒക്കെ വളരെ ഒത്തൻറ്റിക്കലി അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ കൾച്ചറൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിലേക്ക് അവർ പോയിട്ടില്ല. മറ്റേ തേക്കപ്പെട്ട സുന്ദരിയല്ല, കുറച്ചും കൂടെ ജെന്യുവനായിട്ട് റീസേർച്ച് ചെയ്ത് അതിൻ്റെ ഒരു എസൻസ് അവർ പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വേൾഡ്, ഒരു പീരിയഡ് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഐ എം വെരി എക്സൈറ്റഡ്. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഇറങ്ങേണ്ടതാണ്. ഇപ്പോൾ കുറേ ആയി ഷൂട്ട് ചെയ്തിട്ട്, 2 വർഷമായി എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട്. ബട്ട് ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് എ നെറ്റ്ഫ്ലിക്സ് പ്രൊഡക്ഷൻ, അവരുടെ ഒരു പ്രോസസ് ഇസ് വെരി വെരി കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രോബ്ലി ഈ ബോളിവുഡ് സിനിമയിലേക്ക് പോയപ്പോൾ ആ ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നോ? ഇല്ല, കാരണം ആ പടം ഇറങ്ങിയ ശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഇനിയിപ്പോൾ അടുത്ത ഈവൻ അവിടെ ഉള്ള ഇപ്പോൾ സെൻസിബിളായിട്ടുള്ള ADs ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ അറിയാം ഇതിങ്ങനെയല്ല. ഈ ചെയ്തു വച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമോശം അല്ലെങ്കിൽ അവരുടെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് കാരണം ഉണ്ടായിരിക്കുന്ന ഒരു ബാഡ് ഡെസിഷൻ ആണെന്നുള്ളത് അവരും അവെയറാണ്. ആൻഡ് അവരും
ശരിക്കും മലയാളം സിനിമയെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി അവിടുത്തെ സെൻസിബിൾ ആയിട്ടുള്ള കുറേ ക്രിയേറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുമ്പോൾ ദേ ആർ ഓൾ ദ മോർ എക്സൈറ്റഡ് ടു ടോക്ക് ടു അസ് അബൌട്ട് മലയാളം സിനിമ. അവിടെ എങ്ങനെ നിങ്ങൾ സിനിമകൾ പഠിക്കുന്നത്, യൂനോ, നിങ്ങൾ എങ്ങനെ ഇത്ര അടിപൊളി പടങ്ങൾ പഠിക്കുന്നത്, വാട്ട് ഇസ് ഇൻ ദി എയർ ദറ്റ് യു ബ്രീത്ത് എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അനുപമ ചോപ്ര ചോദിച്ചാൽ വാട്ട് യു ഗൈസ് സ്മോക്ക്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് സോസ് എന്താണെന്നാണ് ഇവർക്കൊക്കെ അറിയേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ഡിസ്കഷൻസേ കൂടുതൽ ഉണ്ടാവാറുള്ളൂ. അല്ലാണ്ട് എടാ നീ നിങ്ങളുടെ ആൾക്കാർ ചെയ്ത് മോശമായി പോയെന്ന് ഇതുവരെ പറയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇത് മാത്രം ഈവൻ കേരള സ്റ്റോറി ആയിട്ട് ലോട്ട് ഓഫ് ഫിൽംസ് ദറ്റ് ഹാവ് റിപ്രസെൻറ്റഡ് അസ് ഇൻ എ റോങ് വേ, ഇൻ എ വെരി വെരി ബാഡ് വേ. അപ്പോൾ അതിനെക്കുറിച്ച് ഇതുവരെ എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ വെറുതെ ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഹിന്ദിക്കാർ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബിക്കോസ് ദാറ്റ് ഫിൽം മേക്കേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ദാറ്റ്സ് ദ ട്രൂത്ത്. ഇപ്പം ഓരോ സിനിമയിലെ ഓരോ ക്യാരക്ടറും പഴയ ക്യാരക്ടറിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ കുപ്പിയെ ഓവർടേക്ക് ചെയ്തതായിരുന്നു ഓഫീസറിലെ വില്ലൻ. സോ അതിനെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബീറ്റ് ചെയ്തതാണ് ചത്താപ്പച്ചയിലെ റോള്. സോ അക്കയിലെ റോള് ഇതിനെല്ലാം ബീറ്റ് ചെയ്യുമോ? Hopefully, I hope so. കാരണം see, എനിക്ക് honestly bro, I want to, you know, keep surprising the audience and also, you know, have a brand where കുറച്ചും കൂടി ഡെപ്ത്ത് ആൻഡ് കുറച്ച് സൂപ്പർഫിഷ്യൽ അല്ലാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് അധികം ഡൈവേർജ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ പടത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സീരീസിനെ കുറിച്ച് അധികം അവർ പുറത്ത് വിട്ടിട്ടില്ല. സോ ഐ കാൺറ്റ് ഗെറ്റ് ഇൻ ടു ദി ഡീറ്റെയിൽ. പക്ഷേ അങ്ങനത്തെ ഒരു സിമ്പിൾ റൊമാൻറ്റിക് ക്യാരക്ടറല്ല, ഒരു സിമ്പിൾ ബോയ് നെക്സ്റ്റ് ടു ക്യൂട്ടി പൈ ടൈപ്പ് ഒരു സാധനമല്ല. അതിലും ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ഐ എം നോട്ട് സെയിങ് ഒരു വില്ലനാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ഹ്യൂമനാണ്, യുനോ, ഒരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടറാണ് വിത്ത് ഡിഫറെന്റ് ഇമോഷൻസ്, വിത്ത് ഡാർക്കർ ഇമോഷൻസ്, വിത്ത് അയാൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാണെന്ന് പോലും നമുക്ക് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ബട്ട് ദോസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ഡിസിഷൻസ് ആർ വാട്ട് മേക്സ് us ഹ്യൂമൻ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, യുനോ, വിച്ച് ഹാവ് ഡെപ്ത് ആൻഡ് വിച്ച് ഹാവ് ഇൻറ്റൻസിറ്റി, വിച്ച് ഹാവ്, യുനോ, ലെയേഴ്സ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. അപ്പോൾ അത് ഈ പറഞ്ഞ ഈ ക്യാരക്ടർ ലാസ്റ്റ് ക്യാരക്ടറിനെക്കാളും ബെറ്റർ ആവണം അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് ചെയ്താൽ അത് ഭയങ്കര പ്രഷറാണ്, നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. ആ ക്യാരക്ടറിനെ നമുക്ക് മാക്സിമം എത്ര ബെസ്റ്റ് ആക്കാൻ പറ്റുമോ, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ഇപ്പോൾ സച്ചിനൊക്കെ പറയുന്നത് നെക്സ്റ്റ് ബോൾ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ബോൾ ഇസ് ദി ഓൺലി വൺ ദാറ്റ് മാറ്റേഴ്സ്. എനിക്ക് 100 അടിക്കുമല്ലോ എന്നുള്ളതല്ല, യുനോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ആ ഒരു ഇത് പിടിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലച്ചി എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് മോർ ചലഞ്ചുകൾ ഇഷ്ടമാണെന്നുള്ളത്, പുതിയ പുതിയ ചലഞ്ചുകൾ വേണം. സോ യു നീഡ് ടു സർപ്രൈസ് ദ പീപ്പിൾ, റൈറ്റ്? സോ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാലഞ്ച് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ചലഞ്ചസ് ദാറ്റ് യു റിയലി മീൻ? എന്തും ആവാം. അതിപ്പോൾ ഒരു ക്യാരക്ടറിനുള്ള ഫിസിക്കൽ വർക്ക് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ആകുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അത് ആവാം, പുതിയൊരു ഭാഷയാവാം. ബേസിക്കലി സംതിങ് ദാറ്റ് ഈസ് ന്യൂ, സംതിങ് ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്ലി എന്തെങ്കിലും പഠിക്കാൻ പറ്റണം. ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു പുട്ട് ഇറ്റ്. ഇപ്പോൾ ഈവൻ ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ പോലും അതെനിക്കൊരു ലെസൺ ആയിരുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഒരു ബോഡി ബിൽഡിംഗ് പ്രെപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ തിയറിയും പഠിച്ച് പ്രാക്ടിക്കലും പഠിച്ച് എക്സാം പാസ്സാകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സാധനം എല്ലാ ക്യാരക്ടറിലും കിട്ടാൻ പറ്റുവാണെങ്കിൽ അത് ഇറ്റ്സ് എ വിൻ വിൻ. നോ, അറ്റ്ലീസ്റ്റ് ഫോർ മീ എനിക്കതിലൊരു പുതിയൊരു സാധനം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും. ഒരു സെലിബ്രിറ്റിയുടെ ഇൻ്റർവ്യൂവിന് ചോദിക്കണമെന്ന് ഉള്ളിലുള്ളതുകൊണ്ട് വിചാരിച്ചാണ്. സോ എൻ്റെ ഫസ്റ്റ് സെലിബ്രിറ്റി തന്നെയാണ് ചോദിക്കുകയാണ്, ഈ നമ്മളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മളെ പ്രശംസിക്കുമ്പോൾ സത്യം പറയാം എന്തായിരിക്കും ഒരു ഫീലിംഗ്? നമുക്കൊരു ഓക്വേർഡ് ഫീലിംഗ് ഉണ്ടാവുമോ? ഇല്ല, ഇപ്പോൾ അങ്ങനെ തോന്നാറില്ല. ഇപ്പോൾ ഇല്ല, പോസിറ്റീവ് നെഗറ്റീവ് ഇപ്പോൾ ആണോ ഓക്കെ താങ്ക് യു എന്ന് പറയാനുള്ള ഒരു ആയിരുന്നു അത്. കാരണം അഗൈൻ ഒരു 10 വർഷമായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നമ്മൾ തെറിവിളി കേട്ടു. അപ്പോൾ മനസ്സിലായി ദാറ്റ് ഈ പറഞ്ഞ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മളൊരു പെഞ്ച് സോൾട്ടിനൂടെ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം. കാരണം ഇപ്പോൾ എല്ലാവരും നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാണ്. ടേക്ക് ഇറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് വിത്ത് ഹ്യൂമിലിറ്റി. പക്ഷെ നാളെ ഒരു പക്ഷേ ആൾക്കാർ നമ്മളെ ക്രിറ്റിസൈസ് വിൽ ബി. അതിപ്പോൾ ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. കാരണം നമ്മളൊരു പബ്ലിക് ഫേസിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നാളെ നമ്മുടെ ജോലിനെ കുറിച്ച് മാത്രമല്ല, ഈവൻ ആസ് എൻ ഇൻഡിവിജ്വൽ ചിലപ്പോൾ നമ്മളെ ക്രിറ്റിസൈസോ അറ്റാക്കോ ചെയ്തേക്കാം. അപ്പോൾ ആ പോയിന്റിലും ഡോണ്ട് ടേക്ക് ഇറ്റ് ടു സീരിയസ്ലി. ജസ്റ്റ് അത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സ്പേസിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. കാരണം അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ടേക്ക് ഇറ്റ് ടു സീരിയസ്ലി അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് നമ്മുടെ വർക്കിനെ അത് ബാധിക്കും, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ അത് ബാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് പൊക്കി സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് ഞാൻ ചിലപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിരിക്കും, പക്ഷേ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഐ സ്റ്റിൽ വാണ്ട് ടു ബി me, with my wife, with my family, with my friends. The real you. The real me. അപ്പോൾ ആ ഒരു
യുനോ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് പരിപാടി അതെപ്പോഴും വേണമെന്നാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ദ മോർ ആൻഡ് മോർ സക്സസ്ഫുൾ യു ബിക്കം. ഇപ്പോൾ അജിത് സാറില്ലേ, തല അജിത്ത്, അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് ഞാൻ എവിടെയോ വായിക്കുകയോ കേട്ടിട്ടുണ്ട്. കാര്യം വീട്ടിൽ പുള്ളിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പുള്ളിക്ക് പാത്രങ്ങൾ കഴുകാൻ ഇഷ്ടമാണ്, പുള്ളിക്ക് വണ്ടി കഴുകാൻ ഇഷ്ടമാണ്. ടു ഡു നോർമൽ എവറി ഡേ തിങ്സ്. കാരണം ആ സെൻസ് ഓഫ് നോർമൽസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ റിയാലിറ്റി ആയിട്ട് നമ്മൾ കട്ടായി പോയി ഞാൻ വേറെ എന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ഇത് ഭയങ്കര ഒരു സ്ലിപ്പറി സ്ലോപ്പാണ് ആ പരിപാടി. ശരിക്കും ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ദ സെലിബ്രിറ്റി ലൈഫ്, റൈറ്റ്? ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി ഡിഫിക്കൽട്ട് ബ്രോ. അതിങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമുള്ളൂ. ഐ തിങ്ക് ഇപ്പോൾ നമുക്ക് പബ്ലിക് റെക്കഗ്നിഷൻ വേണം അല്ലേ? ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പണിക്ക് ഇറങ്ങൂലല്ലോ. ഓഫ് കോഴ്സ് ഐ ലവ് ദ ജോബ്. എനിക്ക് ഈ ചെയ്യുന്ന പരിപാടിയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹൈ ഇസ് വെൻ ഐ എം ഓൺ സെറ്റ്. അതാണ് എനിക്ക് ഒരു വെക്കേഷൻ എന്ന് ഞാൻ പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് മൈ വെക്കേഷൻ. യുനോ വെറുതെ ദർ ഇസ് നത്തിങ് മോർ എൻജോയ് മോർ ഇൻ ദ വേൾഡ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നമ്മളൊരു പടം ഇറങ്ങുമ്പോൾ നമ്മുടെ വർക്ക് ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിലൊരു തെറ്റില്ല. ആൻഡ് വെൻ ദേ ഡു അപ്രീഷിയേറ്റ് ഇറ്റ് ഐ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ഒബ്വിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഗ്യാതറിങ്ങിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസിലിരിക്കും ആരെങ്കിലും വന്നിട്ട് ചേട്ടാ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ കുറേയൊക്കെ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മളത് എൻ്റർടൈൻ ചെയ്യണമല്ലോ. അല്ലാണ്ട് നമ്മളത് സോറി ഞാനിപ്പോൾ ബിസിയാന്ന് പറഞ്ഞ് ജാട കാണിച്ചിട്ട് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യു ആർ അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് ദ ജോബ് യു സൈൻഡ് അപ്പ് ഫോർ. ആൻഡ് ഇഫ് ദാറ്റ് ഇസ് ദ കേസ് യു ഹാവ് ടു ഡു ദാറ്റ്. യുനോ ബട്ട് ഓൾസോ സർട്ടൻ സിറ്റുവേഷൻസിൽ വി ഹാവ് ടു ഡ്രോ ബൗണ്ടറീസ് ഓൾസോ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പബ്ലിക് വാഷ്റൂമിലാണ്, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ ഓവർ ടൈം വി കം ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ ദർ ആർ സർട്ടൻ തിങ്സ് ദറ്റ് ഐ തിങ്ക് ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ഫോർ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സിന് അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം, ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മൾ കൂടുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയി ഡിന്നറിന് പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ആ ഒരു സ്പേസിലോട്ട് വേറെ ആൾക്കാർ ഇൻട്രൂഡ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ ഫാമിലിക്കോ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോ അത് ചിലപ്പോൾ ഒരു ഇൻകൺവീനിയൻസ് ആയിരിക്കാം. സോ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഐ ഫെൽറ്റ് ബാഡ് അബൌട്ട് ഇറ്റ്. എനിക്കത് പ്രശ്നമില്ല, പക്ഷെ അവർക്കതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. സോ വിത്തൗട്ട് ദ കൺസെന്റ് പെട്ടെന്ന് ഇടിച്ചു കയറി വരുവാണല്ലോ, സോ അവരും പെട്ടെന്ന് ഷോക്ക്ഡ് ആയി. അവർക്കത് കാരണം ഐ എം യൂസ്ഡ് ടു ഇറ്റ്, പക്ഷെ അവർക്കത് ചിലപ്പോൾ ഒരു പുതിയൊരു സാധനമായിരിക്കുമല്ലോ. അപ്പോൾ അത് തന്നെ നോ കംപ്ലയിൻസ് മാൻ. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു ബി. കുഴപ്പമൊന്നുമില്ല. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു വാട്ട് എവർ ഇറ്റ് ഇസ്, നമ്മുടെ ഒരു സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു സന്തോഷമാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ മേക്കിംഗ് ദം തിങ്, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫോർ യുവർ സെൽഫ് യു ആർ ബിൽഡിംഗ് ബോഡി, പുതിയ സ്പോർട്സ് പഠിക്കുന്നു, പുതിയ റെസ്ലിംഗ് മെത്തേഡ്സ് പഠിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമ്മുടെ ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി കാരണം എത്രയും പേരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അവരെ എത്രയും പേരിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും ഓ മൈ ഗോഡ് ഞാൻ സെലിബ്രിറ്റിയാണ്, ദിസ് ഇസ് ടു മച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെതിരെ നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. ആൻഡ് ഐ എം ജസ്റ്റ് ലക്കി ടു ഹാവ് വൈഡർ ഓഡിയൻസ്. ദാറ്റ്സ് ഇറ്റ്. ഈ എമർജൻസി ഇറങ്ങിയ സമയത്തുണ്ടായ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് കൊണ്ട് ഫാമിലിക്ക് എന്തെങ്കിലും ത്രെറ്റ്സ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡെത്ത് ത്രെറ്റ്സ് വന്നായിരുന്നു. ഫാമിലീനെയും കുറച്ച് അവർ ടാർഗറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിലായിരുന്നു. അതായത് ഞാനതിൽ വേറൊരു സീഖ് ലീഡറിൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു റോങ് ന്യൂസ് പുറത്ത് പോയി. ബിക്കോസ് ഓഫ് വിച്ച് ചില ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാർ കുറച്ച് പാഷനേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ദ ഫണി പാർട്ട് ഞാൻ ക്ലാരിഫിക്കേഷൻ ഇറക്കിയതിന് ശേഷം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതിന് ശേഷം ഈ തെറി വിളിച്ച ഇതേ ആൾക്കാർ തന്നെ നമ്മളെ മെസ്സേജ് ചെയ്ത് അപ്പോളജൈസ് ചെയ്യാൻ തുടങ്ങി. എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ പ്ലീസ് പറയണം, ഞങ്ങൾ വീട്ടിൽ വരണം, ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി തരാം, ഐ ഫീൽ വെരി ബാഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജൊക്കെ ചെയ്തു. നീ തന്നെയല്ലടാ നേരത്തെ എന്നെ ഒന്ന് തെറി വിളിച്ചത്. സ്കാരി, ഇറ്റ് വാസ് ജെനുവൻലി സ്കാരി. കാരണം അങ്ങനത്തെ മെസ്സേജസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവരൊക്കെ പ്രൊഫൈൽ നോക്കുമ്പോൾ അവൻ്റെ AK-47 ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. യു നെവർ നോ. ഇപ്പോൾ ഒരു 1000 മെസ്സേജസിൽ ചിലപ്പോൾ ഒരു 999 പീപ്പിൾ മൈറ്റ് ബി ജസ്റ്റ് സേയിങ് ഇറ്റ്, ഒരു ജോക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ത്രെറ്റായിട്ടോ പറയുന്നവരായിരിക്കാം. പക്ഷെ ഇതിൽ ഒരുത്തൻ മതി, ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഏതെങ്കിലും ഒരുത്തം മതി ഇത് വലിയൊരു പ്രശ്നത്തിലായിട്ട് പോകാൻ. അപ്പോൾ ഇറ്റ് വാസ് സ്കാരി. ഞാൻ ഇത്ര നേരം ബ്രോയോട് സംസാരിച്ചു. ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇത്ര ഒരു എനർജി കീപ്പ് ചെയ്യുന്നത്? ഐ ഡോണ്ട് നോ ബ്രോ. ഐ തിങ്ക് പേഴ്സണലി ഇപ്പോൾ ബ്രോയുടെ എനർജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബ്രോയുടെ ഒരു വൈബ് ഉണ്ടല്ലോ,
അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ജോലി. ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ചില ഇപ്പം നമ്മളിപ്പോൾ ഇത് ഭയങ്കര സീരിയസ് അല്ല എന്നാൽ ഭയങ്കര ഒരു കോമഡി സാധനമല്ല, ഓൾമോസ്റ്റ് ഒന്ന് മിഡിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ചില ഇൻ്റർവ്യൂസൊക്കെ അവർ പ്യോർലി ഫൺ ഇൻ്റർവ്യൂസ് ആയിരിക്കും. അപ്പം അവിടെ നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഫിലോസോഫിക്കലായിട്ടോ അങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ തിരിച്ചപ്പോൾ ഒരു സീരിയസ് ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ വി കാൻ ബി ആക്ടിങ് ലൈക്ക് എൻ ഇഡിയറ്റ്. അപ്പോൾ അത് ആ സ്പേസും എന്താണ് നിങ്ങളുടെ ഒരു വൈബ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് കാരണം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് യുവർ കോ ആക്ടർ ഓർ യുവർ കോ പെർഫോമർ ഓർ യുവർ ഹോസ്റ്റ് ഓർ ഹൂഎവർ ഇറ്റ് ഈസ്, ആ ഒരു വൈബ് മനസ്സിലാക്കാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം ലിസൺ ഹിയർ ഫസ്റ്റ് ആൻഡ് ദെൻ റെസ്പോണ്ട് എന്നുള്ളതാണ്. യു ആർ റിയലി ഗുഡ് അറ്റ് ഹാൻഡ്ലിങ് പീപ്പിൾസ്. താങ്ക് യു ബ്രോ, താങ്ക് യു. ഞാനിതിപ്പം എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ ഒരു 1 hour ആയിട്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പം വിശാഖ് ബ്രോയുടെ സിനിമ എന്നൊരു ജേണിയിലെ ഗ്രാഫ് എവിടെ ആയിരിക്കും? ഐ തിങ്ക് സ്റ്റേജ് 1 കഴിഞ്ഞു ആൻഡ് നൗ ഈസ് വെൻ ദ വർക്ക് റിയലി ബിഗിൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റേജ് 1 അച്ചീവ്മെന്റ് 100% ആയിരുന്നോ? സ്റ്റേജ് 1 അച്ചീവ്മെൻറ്റിനേക്കാൾ ഉപരി സ്റ്റേജ് 1 പഠിക്കാനുള്ളതെല്ലാം നന്നായിട്ട് പഠിച്ചു എന്നുള്ളത് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇൻഡസ്ട്രി ബാക്കിങ്ങോ ഇൻഡസ്ട്രിയിലുള്ള ഈ ഇൻഡസ്ട്രിയുള്ള പരിചയം അല്ലാണ്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജോലിയെടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ നെറ്റ്വർക്ക്, ഇവിടുത്തെ പൊളിറ്റിക്സ്, ഇവിടുത്തെ ഒരു വർക്കിംഗ് സ്റ്റൈൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ഐ തിങ്ക് മേ ബി ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ ഞാൻ ഒരു ഫോർമലി ട്രെയിൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ NSD പോയിട്ടില്ല, FTI പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർമൽ ട്രെയിനിങ് ചെയ്തിട്ടില്ല. പല വർക്ക്ഷോപ്സ് ചെയ്തിട്ടുണ്ട്, പല ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, പല തിയേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നല്ലാണ്ട് ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലാണ്ട് നമ്മളങ്ങനെ ഒരു 3 വർഷം ഒരു സ്കൂളിൽ പോയി പഠിക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല. അപ്പോൾ ആസ് എൻ ആക്ടർ ആൻഡ് ഓൾസോ ആസ് എ പ്രൊഫഷണൽ കുറേ മിസ്സിങ് പീസസ് ഉണ്ടായിരുന്നു, which I feel stage 1 was ഒരു preparation, for that. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വന്ന ഉടനെ തന്നെ സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓവർനൈറ്റ് സക്സസ് അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് സൂപ്പർ സ്റ്റാർ ആവണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയുടെ രീതി അങ്ങനെയാണ്. എവറി ആർട്ടിസ്റ്റ് ഞാൻ പറയുന്നത് നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, ആർട്ടിസ്റ്റ് ഇൻ ജനറൽ, ഡയറക്ടേഴ്സ് ആവാം, സിനിമാറ്റോഗ്രാഫേഴ്സ് ആവാം, അവരെല്ലാവരുടെയും ഗ്രാഫ് വേറെയാണ്. Some artists are such that they peak very soon and then they stay there and then they crash very soon. But in the case I peaked and then I crashed and then it was a steady ഒരു curve. And ഇപ്പോൾ ആ curve steady ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ദെൻ ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. ചിലവർ ചിലപ്പോൾ 4-ാമത്തെ പടമൊക്കെ ആകുമ്പോഴത്തേക്കും 100 കോടി അടിക്കും, അങ്ങനത്തെ രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ്സ് വെരി ബാഡ് ടു കമ്പയർ യുവർ സെൽഫ് വിത്ത് അനദർ പേഴ്സൺ എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ആൻഡ് ദർ ഇസ് നോ ടൈമർ, ദർ ഇസ് നോ ഡെഡ് ലൈൻ. ആർട്ടാവുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ബേസിക് നീഡ്സൊക്കെ ഫുൾഫിൽഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ റെൻറ്റും കഴിക്കാനുള്ള ഫുഡും മറ്റേ വണ്ടിക്കുള്ള പെട്രോളും, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. സോ അൺനെസസറി ആയിട്ട് നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്തോ അവന് ഇപ്പോൾ 21 years of age became like a huge star, why am I still like this എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനത്തെ പല ചിന്തകൾ എനിക്ക് വീണ്ടും വീണ്ടും വരാറുണ്ട്. എപ്പോഴും അങ്ങനത്തെ ഒരു നെഗറ്റീവ്, ഇപ്പോഴല്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുമല്ലോ. ചില ഒരു ലോ ഡേ ഉള്ളപ്പോൾ നമുക്ക് ലോ മൊമെന്റിൽ നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന when you talk to yourself like ഷേടാ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ ഒന്നും നടക്കാത്തേ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ what I do is I pick up Wikipedia. നമുക്കിഷ്ടമുള്ള കുറേ നടന്മാരുടെ ബയോഗ്രഫീസ് വായിക്കും. ഇപ്പോൾ വിജയ് സേതുപതിയുടെ വായിച്ചാൽ തന്നെ അറിയാം. ഹീ ബ്രോക്ക് ഔട്ട് ആൻഡ് ബിക്കേം എ സൂപ്പർ സ്റ്റാർ ഇൻ ഹിസ് mid-30s, 35 or 36 ഒന്നും ആയപ്പോഴാണ് മറ്റേ ഇത് ചെയ്യുന്നത്, നാണും റൗഡിത. 32, 33, 34 32, 33 പുള്ളിക്ക് പിസ്സയും നടുവിൽ കുഞ്ചം പക്കം ആ പടമൊക്കെ വരുന്നത്. അതിന് മുമ്പ് ഹി വാസ് എ ജൂനിയർ ആർട്ടിസ്റ്റ് ഫോർ മെനി ഇയേഴ്സ്. ഇപ്പോൾ ജോജു ചേട്ടൻ, വേറെ another example, Joji George, he's another example. അതുപോലെ തന്നെ there are so many examples of people who Irfan Khan, Nawazuddin Siddiqui, Nasruddin Shah, Om Puri, ആരെടുത്ത് നോക്കിയാലും സത്യമാഷ്, ഇവരൊക്കെ they peaked later, and അതിനൊരു കാരണം ഉണ്ടായിരുന്നു. When you turn back and look at it. അപ്പോൾ there is no time limit, there is no deadline. നമുക്ക് ഇഷ്ടമുള്ള പണി നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും മാക്സിമം ആത്മാർത്ഥയോടെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്.
ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, സോ അപ്പാർട്ട് ഫ്രം ദ എന്താ പറയുക പ്രൊഫഷൻ, യുവർ നെയിം, യുവർ ജെൻഡർ, ഐ മീൻ യുവർ ഒക്യുപ്പേഷൻ, ഇതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ വാട്ട് ബി ദ ആൻസർ? I don't know, bro. I really don't know. I think for the longest time in the Instagram bio, it was something along that lines. It was jack of all trades എന്നുള്ളൊരു സാധനമായിരുന്നു. Yeah, I think in some ways അതിപ്പോഴും വാലിഡ് ആണ്. But I think over and above that, also a person who is endlessly curious. ഇനിയും പഠിക്കണം. ഇപ്പോൾ സിനിമയെക്കുറിച്ച് ആകണമെന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തതിനെക്കുറിച്ചൊരു 5 മിനിറ്റ് വായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഗർ ഔട്ട് ചെയ്ത് നോക്കും. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻ്റ്ലി ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീക്കിംഗ് സംതിങ് അല്ലേ? Seeking something, and it's not validation, not now. It's just trying to understand as much as I can എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനെക്കുറിച്ചാണെങ്കിലും പല പല രാജ്യങ്ങളിൽ ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ കാര്യമായിട്ട് അല്ലെങ്കിൽ പല പല കാര്യങ്ങളായിട്ട് ഇത്രയും രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റേറ്റുകളിലും യാത്ര ചെയ്യുന്നുണ്ട്. ബോളിവുഡിൽ കുറേ ഫിലിംസ് ചെയ്തു, ഇപ്പം അടുത്ത ഫിലിം വരാൻ പോകുന്നു. ആൻഡ് യു ആർ ഗോയിങ് ടു ഡു സം മൂവീസ് ഇൻ കാനഡ. അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. സോ ഇവരുടെ എല്ലാം മലയാള സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അല്ല, അവർക്കൊരു ഫാസിനേഷനാണ് ബ്രോ. അതാണ് ഐ തിങ്ക്. വേറെ എന്തിനേക്കാളും ഉപരി ഒരു ഫാസിനേഷനാണ്. ഇവന്മാരിത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു സാധനമാണ്. കാരണം ഫോർ ദം നമുക്കറിയാടോ ദാറ്റ് വീവ് ഓൾവേസ് ബിൻ ഗുഡ് എന്നുള്ള കാര്യം. യെസ്, വി ഹാഡ് നമ്മുടെ ഒരു റഫ് പാച്ചസ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇതൊരു സൈക്ലിക്കൽ സാധനമാണല്ലോ ഈ ട്രെൻഡ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഫാഷനെ പോലെ തന്നെ ഫാഷൻ ഇസ് സൈക്ലിക്കൽ. അതുപോലെ തന്നെ ഓൾ കൈൻഡ്സ് ഓഫ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ഇസ് സൈക്ലിക്കൽ. ഇപ്പോൾ മ്യൂസിക്കിലാണെങ്കിൽ ഇപ്പോൾ ഡിസ്കോ വീണ്ടും ട്രെൻഡാണ്. ഇപ്പോൾ ഫാഷനിലാണെങ്കിൽ ഇപ്പോഴും ഇപ്പോൾ മറ്റേ ബെൽ ബോട്ടം പാൻസും സാധനങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ട്രെൻഡായി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ലൂസ് ഫിറ്റാണ് ഇപ്പോൾ ട്രെൻഡ്. ടൈറ്റ് എന്ന് ഇപ്പോൾ മാറി, ഇപ്പോൾ ടൈറ്റ് ലൂസ് എന്ന് മാറി ഇപ്പോൾ വീണ്ടും ടൈറ്റ് ഫിറ്റിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾ സൈക്ലിക്കൽ ബാഗ്. അപ്പോൾ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് സൈക്കിൾ അല്ലേ? അപ്പോൾ മലയാളം സിനിമ ഈസ് നൗ താങ്ക്ഫുള്ളി ഒരു നല്ല ഒരു പോയിന്റിലാണ് ആ സൈക്കിളിൻ്റേത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും ബോളിവുഡ് ചിലപ്പോൾ വീണ്ടും കയറി വരാം, once they reinvent themselves. പക്ഷേ ഇത് വേണം. ഇപ്പോൾ because I have a fascination with these Japanese people, അവരുടെ ഒരു ഫിലോസഫിയാണ്. നമ്മളിപ്പോൾ ഒരു നല്ലൊരു എക്സ്പെൻസീവ് വാസ് എടുത്തിട്ട് അതിനെ പൊട്ടിച്ചാൽ അത് ചെതറിപ്പോവുമല്ലോ. പിന്നെ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്ത് നമ്മളതിനെ വീണ്ടും ഒരു വാസാക്കിയിട്ട് അതിനെ ഗ്ലൂ ചെയ്യുന്നത് നമ്മൾ ഗ്ലൂ വെച്ചാൽ അവർ ശരിക്കും ചെയ്യുന്ന പോലും അവർ ഗ്ലൂ ചെയ്യുന്നത് ഗ്ലൂ വെച്ചല്ല, മോൾട്ടൻ ഗോൾഡ് വെച്ചാണ്. ഓക്കെ. So that broken vase has more value than the initial vase. The normal vase. The normal vase. But it's only after breaking it that it gets its value. അല്ലേ? അപ്പോൾ ഈ അപ്സ് ആൻഡ് ഡൗൺസിന് അങ്ങനത്തെ ഒരു വലിയൊരു കാര്യമുണ്ട്. നമുക്ക് കുറേ പഠിക്കാൻ പറ്റും ആസ് എൻ ഇൻഡസ്ട്രി, ആസ് എ പീപ്പിൾ. അത് നമുക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നത് ഇസ് വെൻ യു ആർ അറ്റ് റോക്ക് ബോട്ടം ഓർ വെൻ യു ഗോൺ ഡൗൺ. അപ്പോൾ മലയാളം സിനിമയെ കുറിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ബൈ ഹൂ യു ആസ്ക്. ഇപ്പോൾ ചിലവർക്ക് ദേ തിങ്ക് ഇതെന്താണ് ഈ ഹൈപ്പിനൊരു കാരണമില്ലല്ലോ, വി ആർ മേക്കിംഗ് മോർ മണി എന്നുള്ളൊരു ചിന്തയുള്ള ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഹിന്ദിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഒത്തൻറ്റിസിറ്റി ഓഫ് ഒരു ആർട്ടിസ്റ്റിക് വോയിസ് ഇപ്പോൾ അവർക്ക് കുറച്ച് ഡൈല്യൂട്ടായ പോലെ അവർക്കും തോന്നി തുടങ്ങി. ഈ ഫ്രം ദ ഗ്രാസ് റൂട്ട്സ് ഉള്ള സ്റ്റോറീസ് ആണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ സാധാരണക്കാരാണ് അല്ലേ? വി ആർ ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. നമ്മൾ എപ്പോഴും റോട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മളിപ്പോഴും ആൾക്കാരെ കാണുന്നുണ്ട്, ഇപ്പോഴും കട്ടൻ കാപ്പി പഴംപൊരി കഴിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ആ ഒരു നോർമൽ ലൈഫിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ആയിട്ടില്ല. ബട്ട് ഐ ഫീൽ ദേ ഓൾസോ റിയലൈസ്. ഇപ്പോൾ എന്നോട് ഇപ്പോൾ സംസാരിച്ച ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഐ ഓൾസോ ഫീൽ ദേ റിയലൈസ് ദറ്റ് നമ്മൾ കുറച്ചും കൂടെ ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി ആവണം എന്നുള്ള ഒരു സാധനം. കാരണം ലൈഫ് ഇമിറ്റേറ്റ്സ് ആർട്ട് ആൻഡ് ആർട്ട് ഇമിറ്റേറ്റ്സ് ലൈഫ്. അപ്പോൾ ലൈഫ് അറിയാണ്ട് എന്താ ആർട്ട് എന്നുള്ള ഒരു സാധനം ഇപ്പോൾ അവർക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പൊന്മാൻ്റെയൊക്കെ ഒരു വിസിബിലിറ്റി എനിക്കൊന്ന് അതിൻ്റെയൊക്കെ എക്സ്ട്രീം ഉദാഹരണങ്ങളാണ്. ആബ്സല്യൂട്ട്ലി. പൊന്മാനൊന്നും സംസാരിക്കാത്ത ആളുകളില്ല. ഇല്ല. അതിപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് അതിനെ പ്രേസ് ചെയ്യാൻ കാരണം അതാണ്. കാരണം അവരുടെ ഒരു റേഡാറിൽ അങ്ങനത്തെ കഥകളൊന്നും വരുന്നേ ഇല്ല. ഒരു കശ്യപ്പ് അല്ലെങ്കിൽ ഒരു ശുചി സർക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ വെരി വെരി സ്മോൾ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആർ തിങ്കിങ് ഓഫ് ദോസ് കൈൻഡ് ഓഫ് സ്റ്റോറീസ്. ബാക്കി ഡയറക്ടേഴ്സ് എല്ലാം കുറച്ചും കൂടെ മാക്സിമലിസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ആണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ദേ റിയലൈസ് ഈ പറഞ്ഞ ഫ്രം എ ഫിൽം മേക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മളിപ്പോൾ ഒരു പടത്തിന് ഇപ്പോൾ ഒരു 200 കോടി ബഡ്ജറ്റ് ഇടുവാണെങ്കിൽ അതിൽ മേ ബി ഒരു 150 കോടി പോകുന്നത് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും.
ഒരു 100 കോടി ചിലപ്പോൾ പോകുന്നത് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ലോക്ക് ചെയ്യുന്നത് ഒരു 25 crore റഫ്ലി 30 crore ബഡ്ജറ്റ് അറ്റ് മാക്സിലാണ് ചെയ്യുന്നത്. അതിൽ ഐ എം ഷുവർ ഒരു 20 to 25 crores of it went into the screen. വെന്റ് ഇൻ ടു ദ ഫിലിം. ബാക്കി ഒരു കുറച്ച് പൈസ മാത്രമാണ് ഈ പറഞ്ഞ PR അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ കാണാത്ത എക്സ്പെൻസസിന് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ ആ മാത്തമാറ്റിക്സ് ഡോണ്ട് വർക്ക് ഇൻ ദ സെൻസ് ദ ബഡ്ജറ്റിംഗ് ഡസൻ വർക്ക് ആൻഡ് ദ ഫിലിം ഇസ് ഫെയിലിംഗ് അറ്റ് ദ ബഡ്ജറ്റ് ലെവൽ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ് അവർ ഇപ്പം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്കൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ദേ ഓൾസോ റിയലൈസ് ദ സെയിം തിങ്. സോ യു ലവ് റീഡിംഗ് ബുക്സ് റൈറ്റ്? ഈ കാണുന്ന പ്രേക്ഷകർക്ക് മസ്റ്റായിട്ട് റീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്ന സജഷൻസ് ഒരു 3 ബുക്ക് പറയാൻ പറ്റുമോ? Okay, there's a book called The Subtle Art of Not Giving Up, CK. Subtle Art of Not Giving a Fuck എന്നുള്ള ബുക്കുണ്ട്. അത് ബേസിക്കലി ഒരു ലൈഫ് ഫിലോസഫീനെ കുറിച്ചുള്ളൊരു ബുക്കാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഫൺ റീഡ്. അപ്പോൾ അത് ഈ പറഞ്ഞ നമ്മൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് എടുക്കുക, അനാവശ്യമായിട്ട് ആങ്ഷ്യസ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ബെറ്ററായിട്ട് ചില്ലായിട്ട് ലൈഫ് ലീഡ് ചെയ്യാം എന്നുള്ളൊരു ഫിലോസഫി സംസാരിക്കുന്ന ബുക്കാണ്. പിന്നെ വേറെ ഏതാ, പിന്നെ ബോൺ എ ക്രൈം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ബോൺ എ ക്രൈം ബൈ ട്രെവർ നോവ എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കമീഡിയൻ അല്ലേ. അവൻ്റെ ഒരു ഇതാണ്, ഓട്ടോബയോഗ്രഫിയാണ്. ദാറ്റ്സ് എ വെരി ഫൺ, വെരി ഇൻസ്പിറേഷണലായിട്ട് തോന്നിയൊരു ബുക്കായിരുന്നു. ദീസ് ടു ഈയിടെ വായിച്ചതിൽ എനിക്ക് പറയാൻ പറ്റിയത് ഇതൊക്കെ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ടിരിക്കേണ്ട സിനിമാസ്? അത് കുറേ ഉണ്ട് മാൻ, എന്തോരം പടങ്ങളുണ്ട്. എന്നാലും ഒരു 3 പിക്ക് ചെയ്യാൻ പറ്റുമോ? റീസെൻ്റ് കണ്ടത് ഞാൻ പറയാൻ വേണമെങ്കിൽ, റീസെൻ്റ്ലി കണ്ട പടങ്ങളിൽ നിന്ന് എടുത്ത് പറയുവാണെങ്കിൽ മാർട്ടി സുപ്രീം എന്നുള്ളൊരു പടം കണ്ടു. ദാറ്റ് വാസ് മസ്റ്റ് വാച്ച്. ഇന്നലെ രാത്രി ഞങ്ങളൊരു പടം കണ്ടു, വെപ്പൻസ് എന്ന് പറഞ്ഞൊരു പടം. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, ഹൊറർ ഡാർക്ക് കോമഡി ടൈപ്പ് സാധനം. ഈയിടെ ഇറങ്ങിയ മലയാളം പടങ്ങളിൽ ഐ തിങ്ക് അവിഹിതം എന്ന് പറഞ്ഞൊരു പടം, സെന്ന ഹെഡ്ഡേ സാറിന് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ദാറ്റ് വാസ് എ മസ്റ്റ് വാച്ച് ഫിലിം ഫോർ മീ. അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ സീരീസുകൾ പറയാൻ പറ്റും, ഒരു ബെസ്റ്റ് വാച്ച് സീരീസ്? ഒക്കെ ഞാൻ ബ്രേക്കിംഗ് ബാഡ് ഒന്നും പറയുന്നില്ല, കാരണം അതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള സാധനമായിരിക്കും. പക്ഷേ അതിൻ്റെ തന്നെ ക്രിയേറ്ററിൻ്റെ പുതിയൊരു സാധനമുണ്ട്, പ്ലൂറിബസ് എന്ന് പറഞ്ഞൊരു സാധനം. അത് ഭയങ്കര രസമുള്ള, ഇപ്പോൾ ഈയിടെ കണ്ടതിൽ എൻ്റെ ഫേവറേറ്റ് സീരീസ് ഡെഫിനറ്റ്ലി പ്ലൂറിബസ് ആയിരുന്നു. വൈറ്റ് ലോട്ടസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഇറ്റ്സ് എ ഡാർക്ക് കോമഡി ഡ്രാമ കൈൻഡ് ഓഫ് സാധനം. അതിൻ്റെ ഓരോ സീസണും വേറെ കഥകളാണ്. അപ്പോൾ ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. പിന്നെ ഈയിടെയായിട്ട് ഞാൻ വീണ്ടും റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്, പണ്ടിറങ്ങിയത് ഓൺട്രാജ് എന്ന് പറഞ്ഞൊരു സീരീസുണ്ട്. അത് സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള ഒരു സീരീസാണ്. അതുപോലെ തന്നെ വേറെ ദ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സീരീസ് ആപ്പിൾ TV-യിൽ. ടെഡ് ലാസോ, ഇതൊക്കെയാണ് ഈയിടെ കണ്ട അടിപൊളി സീരീസ്. അനിമേ വാച്ചറാണോ? ആനിമേ അങ്ങനെ കാണാറില്ല. ആനിമേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഫറൻസിങ് പർപ്പസസിന് കാണുന്നല്ലാണ്ട് അങ്ങനെ, കാരണം കുറേ എപ്പിസോഡ്സ് ഉണ്ടോ, ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടു. ഇവിടെ കാനഡയിൽ ഇതിന്റെ ഡൈ ഹാർഡ് ഫാൻസുകളാണ് കേട്ടോ ഈ ആനിമേയുടെ. I can imagine. ഞാൻ ഈ ലിമിറ്റഡ് സീരീസ് കണ്ടിട്ടുണ്ട്, മറ്റേ ഈ ഡെത്ത് നോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഈ അക്കീര അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മറ്റേ 1200 എപ്പിസോഡ് അത് ഞാൻ കണ്ടിട്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. വിത്ത് ദാറ്റ് വി ക്യാൻ വൈൻഡ് അപ്പ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ദിസ് ഈസ് എ മൈൽ സ്റ്റോൺ. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്യുന്നത്. നോർമലി ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സൂം കോൾ വഴിയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇറ്റ്സ് ആസ് എ ലോട്ട് ദറ്റ് ഇങ്ങനത്തെ ഒരു എഫേർട്ട്, യു ഗൈസ് ടുക്ക് അപ്പ് ദിസ് എഫേർട്ട് ആൻഡ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ നല്ല പൈസ ഇറക്കുന്നുണ്ടെന്നേ. നല്ല പൈസ ഇറക്കുന്നുണ്ടല്ലേ, ഇവിടെ സ്റ്റുഡിയോയിലത്തെ ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട്, നല്ല പൈസ ഇറക്കുന്നുണ്ടെന്ന്. അതാ ഇവിടെ രാവിലെ പണിക്ക് പോകുന്നു. ഇല്ല ദാറ്റ് ഷോസ് ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി മേക്സ് എ ഡിഫറൻസ്. അങ്ങനത്തെ കാരണം ആൾക്കാർക്ക് കണ്ടിരിക്കാൻ തോന്നും. ആൻഡ് ഡൂയിങ് ഇറ്റ് വെൽ. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ് ടു യു, ഓൾ ദി ബെസ്റ്റ് ടു യുവർ ടീം. താങ്ക് യു സോ മച്ച്. No problem. My pleasure.